നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും ദൂരം സഞ്ചരിച്ച് തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്തിങ് ഉടുപ്പിയുടെ ഈ നാട്ടിലേക്ക് ഞാൻ കടന്നു വന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സിംഹാസനത്തിൽ ഒരിടം എനിക്ക് കിട്ടുന്നതിന് വേണ്ടിയാ. അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ച കൂട്ടുകാരിൽ അള്ളാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള കൂട്ടുകാരിൽ നമ്മളെ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 2020 നമ്മളിലേക്ക് കടന്നു വന്നു. ആ 2020-ന്റെ 1-ാമത്തെ രാത്രിയിലാണ് ഞാൻ നിങ്ങളും ഒരുമിച്ച് കൂടിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ പോരായ്മകളും അള്ളാഹു അവൻ്റെ കരുണ കൊണ്ട് അള്ളാഹു പുറത്തു മാപ്പാക്കി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം ഞാൻ നിങ്ങളുടെ നാളെ അള്ളാഹുവിൻ്റെ മുന്നിൽ രക്ഷപ്പെടുന്ന ഒരു കൂട്ടുകാരനാകാൻ വന്നതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ കൂട്ടുകാരൻ നിങ്ങളോട് ഒരു നന്മ പറഞ്ഞു തരികയാ. ഇന്നത്തെ രാത്രി വരെ 2020 ജനുവരി മാസം 1-ാം തീയതി ഇശാ നമസ്കാരം കഴിഞ്ഞു. രാത്രി 10:13 ഈ സമയം വരെ നിന്റെ ജീവിതത്തിൽ ചെയ്ത സർവ്വ പാവങ്ങൾ, കള്ളുകുടിച്ചോ, വ്യഭിചരിച്ചോ, പലിശ തിന്നോ, കഞ്ചാവടിച്ചോ, മയക്കുമരുന്നടിച്ചോ, നീ എന്തു പാവം ചെയ്തവനാകട്ടെ, ഇന്നത്തെ രാത്രി വരെ നിന്റെ ജീവിതത്തിൽ 20, 25, 30, 35, 40, 45, 50, 55 വയസ്സ് വരെ പ്രായമുള്ളവർ ഈ സദസ്സിലുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ ഈ നിമിഷം വരെ ചെയ്തു പോയ സർവ്വ പാവങ്ങളും കഴുകിക്കളയാൻ ആഗ്രഹമുള്ള എല്ലാവരും ഒന്ന് കൈവക്കിക്കേ. ഇന്ന് വരെ ജീവിതത്തിൽ ചെയ്ത സർവ്വ പാപങ്ങളും അന്ത പരകയ്യന്മാരുണ്ടാ പൊക്കണമെങ്കിൽ നല്ലതുപോലെ പൊക്കിക്കോ. ചിലപ്പോൾ ഇതിൻ്റെ പേരിലായിരിക്കും ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെടുന്നത്. റോഡിൽ കിടന്ന ഒരു കല്ലെടുത്ത് കളഞ്ഞാൽ സ്വർഗം ഉണ്ടെന്ന ചാവാൻ കിടന്ന ഒരു നായിക്ക് വ്യഭിചാരിയായ പെണ്ണ് കുടിക്കാൻ വെള്ളം കൊടുത്തപ്പോൾ അള്ളാഹു സ്വർഗം കൊടുത്തെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ഈ കൈപൊക്കിയതിൻ്റെ പേരിലായിരിക്കും രക്ഷപ്പെടുന്നത്. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ സർവ്വ പാപങ്ങളും പൊറുക്കാൻ പറ്റുന്ന ഒരു വഴി പറഞ്ഞു തരട്ടെ. ചെയ്യുവോ? ഇന്ന് വരെ ഹജറുൽ അസ്വദ് മുത്തിയ പാവം പൊറുക്കണല്ലോ, അതിന് മക്കത്ത് പോകണം. അവിടെ പോയാൽ മുത്താൻ പറ്റുമെന്ന് വെച്ചാൽ ഇടിയായിരിക്കും, മുത്തൽ നടക്കത്തൊന്നുമില്ല. അപ്പൊ നിന്റെ ജീവിതത്തിൽ ചെയ്ത സർവ്വ പാപങ്ങളും പൊറുക്കാനുള്ള ഒരു എളുപ്പ വഴി ഇന്നിവിടെ ഇരുന്നു കൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ഒറ്റ ആയത്ത് ഓതിയാ മതി. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരൊറ്റ ആയത്ത് മനസ്സറിഞ്ഞുകൊണ്ട് ഇഖ്ലാസോടുകൂടി തൗബ ചെയ്യുന്ന മനസ്സോടുകൂടി ഒരേ ഒരു പ്രാവശ്യം നിങ്ങൾ ഇവിടെ ഇരുന്നോത്, അള്ളാഹു നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത സർവ്വ പാവങ്ങളും അള്ളാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അള്ളാഹു ഓതാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഓതൂലേ? അതിനും മടിയാ, ഓതൂലേ? ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. അപ്പൊ ആയത്ത് വേണോന്ന് ആഗ്രഹമുള്ളവരൊക്കെ കൈപൊക്കിക്കേ. ഇൻഷാ അല്ലാഹ് അവിടെ ഇരിക്ക് ഒരു 11:30 വരെ. ആ ആയത്ത് ഏതാന്ന് കേൾക്കണമെങ്കിൽ 11:30 വരെ ഇവിടെ ഇരിക്കണം. ഇപ്പൊ കിട്ടൂല. ഓസിനങ്ങനെ മേടിച്ചിട്ട് പോണ്ട. ആയത്ത് ഇപ്പോഴേ ഞാൻ പറഞ്ഞാൽ പിന്നെ അതിനൊരു മഹത്വം ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് കഷ്ടപ്പെട്ട് കിട്ടുന്നതിലാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരു 11:30 വരെ ഇരിക്കാനുള്ള മനസ്സെങ്കിലും ക്ഷമയെങ്കിലും ഉണ്ടോന്ന് ഞാൻ നോക്കട്ടെ. ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞ സന്തോഷത്തോടു കൂടി ആ ആയത്ത് ഓതി തൗബ ചെയ്തിട്ട് പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ച സ്വർഗം കിട്ടും. അള്ളാഹിന് വേണ്ടി സ്നേഹിക്കുന്നവർ നാളെ അള്ളാഹുവിന്റെ പടച്ചവൻ നമുക്കൊരു സ്ഥാനം തരുമെന്നാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂട്ടുകാരനാകാൻ ആഗ്രഹിക്കുന്നവനാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു പരിചയപ്പെടുത്താം. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനൊരു കൂട്ടുകാരനെ പരിചയപ്പെടുത്താം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ 10 വർഷക്കാലം നടന്ന സ്വഹാബിയാണ് അനസ് റളിയല്ലാഹു തആല അൻഹു. പ്രവാചകനെ വല്ലാത്ത ഇഷ്ടമാണ് അനസ് തങ്ങൾക്ക്. പ്രവാചകന്റെ കൂടെ അനസ് റളിയല്ലാഹു തആല അൻഹു ഖാദിമാണ്. പ്രവാചകന്റെ ഖാദിമായിരുന്നു അനസ് റളിയല്ലാഹു തആല അൻഹു. ആ അനസ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ താബിഈങ്ങളിൽപ്പെട്ട, എൻ്റെ പ്രിയപ്പെട്ടവരെ, താബിഈങ്ങളിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ കണ്ടു. അവിടെ നിന്ന് ചരിത്രത്തിൽ കാണാം, റബീ ഇബ്നു ഹുസൈം റളിയല്ലാഹു തആല അൻഹു താബിഈങ്ങളിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനാ. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു റബീ ഇബ്നു ഹുസൈം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കണ്ടപ്പോ അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങളെ എങ്ങാണം എൻ്റെ മുത്തുനബി കണ്ടിരുന്നെങ്കിൽ അവിടെ നിന്ന് പറയുന്നു, റബീ ഇബ്നു ഹുസൈം എന്ന് പറയുന്ന യുവത്വത്തിന്റെ